ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഫെബ്രുവരി മാസം 12 മുതൽ ഇന്ന് വരെ, അതായത് ഫെബ്രുവരി മാസം 12 മുതൽ 18 വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ത്യൻ ഭാഷാ സിനിമകളും സീരീസുകളാണ്, പ്രധാനപ്പെട്ട സിനിമകളിലും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ 8 സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 10ഓളം സിനിമകൾ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച കുറച്ച് സിനിമകൾ കുറവായിരുന്നു തന്നെ പറയാം. മലയാളത്തിൽ നിന്ന് ആകെ ഒരു സിനിമ മാത്രമേ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളൂ. ക്യൂൻ എലിസബത്ത് എന്ന സിനിമയാണ്. നമ്മുടെ നരേനും അതുപോലെ തന്നെ മീര ജാസ്മിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ക്യൂൻ എലിസബത്ത് എന്ന സിനിമ. C5 വഴി ഒരു സിനിമ മലയാളം തമിഴ് ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. സഭാനായകൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അശോക് സലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഓണ്ടി ബണ്ടി ലവ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മുംബൈ ഷോസ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. റൂട്ട് നമ്പർ 17 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രഭാസിൻ്റെ സലാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനാണ്. ഇതിനു മുമ്പേ തന്നെ മറ്റ് ഭാഷകളിലൊക്കെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഇപ്പോൾ ഹിന്ദി ഡബ്ഡ് വേർഷൻ വന്നിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സ്കാമി ബോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നാഗാർജുന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. പുറിഞ്ചമറൈൻ ജോസ് എന്ന മലയാള സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു നാ സാമി രംഗ എന്ന സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി തെലുങ്ക്, തമിഴ്, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഈ സിനിമ ഞാൻ സാമിരംഗം മലയാളം ഭാഷയില്ല കേട്ടോ, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിന്ദിയിൽ റിലീസ് ചെയ്ത ദ കേരള സ്റ്റോറി എന്ന സിനിമയാണ്. C5 വഴിയാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു ഭയങ്കര വിവാദമായി പോയ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബാമകലാപം 2 എന്ന് പറഞ്ഞ സിനിമ. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ തെലുങ്ക് ഭാഷ മാത്രമായിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. അടുത്തത് ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഷാറുഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡങ്കി എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സിനിമകളാണ്, ഈ 10ഓളം സിനിമകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫെബ്രുവരി മാസം 12 മുതൽ ഇന്ന് വരെ 18 വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു ഷോർട്ട് ഫിലിം എൻ്റെ ചാനലിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ടച്ച് മീ നോട്ട് എന്നാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി മാസം 23 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ 23 വരുമെന്ന് പറഞ്ഞ സമയത്ത് പലരും ചോദിക്കുന്നുണ്ട് എബ്രഹാം ഓസ്ലർ എവിടെ പോയി എന്നുള്ള കാര്യം. അപ്പോൾ എബ്രഹാം ഓസ്ലർ എന്താ റിലീസ് ചെയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എബ്രഹാം ഓസ്ലറിന് മുമ്പേ തന്നെ എബ്രഹാം ഓസ്ലറിന് ശേഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ശരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആദ്യം വന്നതെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. ശരിക്കും അറിയാതെ വൻ തുകയ്ക്ക് വിറ്റുപോയ സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ. അതുകൊണ്ടുകൂടിയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്യണമെന്നുള്ളൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ പെട്ടെന്ന് വന്നത്. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ 23 റിലീസ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം എബ്രഹാം ഓസ്ലർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാർച്ച് മാസം 2ാമത്തെ ആഴ്ച, അതായത് മാർച്ച് മാസം 8 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് തൂക്കുതുരൈ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ശന്തനു അതുപോലെ തന്നെ അശോക് സെൽവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സ്പോർട്സ് ഡ്രാമ പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്ക് ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ വന്ന തെലുങ്ക് സിനിമയായിരുന്നു യാത്ര 2 എന്ന് പറഞ്ഞ സിനിമ. ജീവി ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്.
നായകനായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 2ാമത്തെ ആഴ്ച ഈ സിനിമ ആമസോൺ പ്രൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഈ വർഷം ആദ്യം തന്നെ റിലീസ് ചെയ്തൊരു മലയാള സിനിമയായിരുന്നു ആട്ടം എന്ന് പറഞ്ഞ സിനിമ. വിനയ് ഫോർട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് നമ്മുടെ വിനയ് ഫോർട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ഈ ആഴ്ച തന്നെ ഈ ആഴ്ചയിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ. പിന്നെ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇതുവരെ അവർ എന്താ പറയുക പുറത്തു വിട്ടിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത അന്വേഷിപ്പും കണ്ടെത്തും പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിട്ടുണ്ടെങ്കിലും കളക്ഷൻ ബേസ് കൊണ്ട് ഈ സിനിമ പരാജയത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം 15 കോടിക്ക് മുകളിൽ 15 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ പ്രേമലും അതുപോലെ തന്നെ ഭ്രമയും ഒക്കെ കത്തിക്കയറുന്നതുകൊണ്ട് അതിനിടയിൽ ഇത് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഈ സിനിമ OTT റിലീസ് പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി മാർച്ച് മാസം 1-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പല സ്ഥലത്തു നിന്നുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. സിംഗപ്പൂർ സെലൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ടെന്റ് കോട്ടയിൽ ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. ചിലപ്പോൾ ഈ സിനിമ ആമസോൺ പ്രൈമിൽ സിംപ്ലി സൗത്തിലും അന്നേ ദിവസം തന്നെ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ സിനിമകൾ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഷോർട്ട് ഫിലിം ടച്ച് മീ നോട്ട് ആണ് ഷോർട്ട് ഫിലിം എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക, എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും